Hi friends, LINI'S ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സ്വാദോടു കൂടിയ ബീഫ് കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നമ്മളിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ അല്പം ഉപ്പും കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിച്ചിട്ടുണ്ട്. അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ വളരെ ചെറിയ ഒരു 4 ഉരുളൻകിഴങ്ങ് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരൽപ്പം കോൺഫ്ലോർ, പിന്നെ ഒരൽപ്പം പുതിനയില ഉണക്കിയത്, മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ബ്രെഡ് ക്രംസിന് വേണ്ട ബ്രെഡ്. ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പീര പോലെ പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഒത്തിരി നന്നായി അരച്ചെടുക്കുന്ന പോലെയൊന്നും വേണ്ട. അതുപോലെ ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും നന്നായി ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി പൊട്ടിയിട്ട് വരട്ടെ. അത് കഴിയുമ്പോൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊന്ന് 1 മിനിറ്റ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളുത്തുള്ളിയും 2 സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ബീഫ് ആയതുകൊണ്ടാണ് ഇഞ്ചി ഇത്തിരി കൂടുതലെടുത്തത്. ബീഫ് വയ്ക്കുമ്പോൾ എപ്പോഴും ഇഞ്ചിയും കാന്താരിമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ നല്ലതായിരിക്കും. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാത്ത സവാളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കി വേണം ഇടാനായിട്ട്. കാരണം ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നോക്കി വേണം ഇടാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരല്പം ഒരു 4 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഉപ്പിടണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് നോക്കണം ശരിക്ക്. എന്നിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. നമ്മൾ ഉണക്കി വെച്ച പുതിനയില അതൊരു സ്പൂണോളം ഉണ്ടാവും. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ കട്ട്ലറ്റിന് ടേസ്റ്റ് കൂടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലതാണ്. ഏതാണ്ടൊക്കെ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായി മൊരിയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ട മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ മസാലകളൊന്നും ചേർക്കണില്ല. നമ്മൾ മഞ്ഞൾപ്പൊടിയും
ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അത്രയും ചേർത്താൽ മതി. ഇതിന് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 സ്പൂൺ മീറ്റ് മസാല, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കീമ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരുവിധം ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. മസാലയെല്ലാം ഈ മീറ്റിലേക്ക് പിടിക്കുന്നവരെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കുക. ഇങ്ങനെ മൊരിയിച്ചെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഒന്നും പെട്ടെന്ന് ചീത്തയായി പോവില്ല. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ചാൽ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അതുപോലെ അതിന് മൊരിയിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ. ഇനി നമുക്കതിലേക്ക് ഉരുളൻകിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. അത് ഇതിലിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊക്കെ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ലതുപോലെ ഉടച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഓരോ കട്ട്ലറ്റും ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ കയ്യിൽ വെച്ചാണ് ഇതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണ ഓരോന്നും മുട്ട ബീറ്റ് ചെയ്ത് വെച്ചണയിലൊന്ന് മുക്കിയിട്ട് നേരെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഇനിയുള്ളതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മാത്രം ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കാം. ഇതിപ്പോൾ നമ്മൾ പുതിനയിലയും മല്ലിയിലൊക്കെ ചേർത്തുകൊണ്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഉൾവശമൊക്കെ നമ്മൾ നന്നായി മൊരിയിച്ചിട്ട് ബോൾസ് ഉണ്ടാക്കിയതുകൊണ്ട് പുറത്ത് മാത്രം നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് പെട്ടെന്ന് ആവും. ഇതിപ്പോൾ മൊരിവായിട്ടുണ്ട്. ഇനി നമുക്കിതിട്ട് മാറ്റാം. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം വറുത്ത് വരാം. നല്ല രുചിയുള്ള കട്ട്ലേറ്റ് എല്ലാവരും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലെ 8 മണിക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.